രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി നിയമലംഘകരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകൾ നടപ്പാക്കിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. മോട്ടോർ വാഹന വകുപ്പിനെ ഭീഷണിപ്പെടുത്തുന്ന വ്ളോഗർമാർക്ക് നോട്ടീസ് അയക്കുമെന്ന് കോടതി വ്യക്തമാക്കി. വ്ളോഗർമാരുടെ നിയമവിരുദ്ധമായ വീഡിയോകൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോടും ഹൈക്കോടതി നിർദ്ദേശിച്ചു. രൂപമാറ്റം വരുത്തിയ വാഹനം ഉപയോഗിച്ച വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. മാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ എന്ത് നടപടിയെടുത്തുവെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. നിയമലംഘകരായ വ്ളോഗർമാർക്കെതിരെ സർക്കാർ ഒരു നടപടിയും എടുത്തില്ല. കർശന നടപടി നിർദ്ദേശിച്ച മുൻ ഉത്തരവുകൾ സർക്കാർ നടപ്പാക്കിയില്ല. ആഫ്റ്റർ മാർക്കർ, LED, നിയോൺ, ഫ്ളാഷ് ലൈറ്റുകൾ, ഉച്ചത്തിലുള്ള ഹോൺ എന്നിവ ഘടിപ്പിച്ച വാഹനങ്ങൾ അപകടത്തിന് കാരണമാകുന്നുണ്ട്. ഫ്ളാഷ് ലൈറ്റ് ഉപയോഗിച്ചാൽ എതിരെ വരുന്ന വാഹന ഡ്രൈവർമാർക്ക് കണ്ണ് കാണില്ല. വലിയ ശബ്ദവും വെളിച്ചവുമായി നിയന്ത്രണങ്ങൾ പാലിക്കാതെയാണ് വനമേഖലയിലെ വാഹനങ്ങളുടെ രാത്രിയാത്ര. എതിരെ വരുന്ന വാഹനങ്ങളിലെ യാത്രികരുടെയും സഹയാത്രികരുടെയും സുരക്ഷ പ്രധാനമാണ്. മാറ്റം വരുത്തിയ വാഹനങ്ങൾ നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം. ക്യാമ്പസുകളിലെ അപകടകരമായ മോട്ടോർ ഷോയ്ക്കെതിരെയും സർക്കാർ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രകാശ് ആസ്ത്ര, ഓട്ടോ ഷോ കേരള തുടങ്ങിയ വ്ളോഗർമാരുടെ യൂട്യൂബ് വീഡിയോകൾ ഡിവിഷൻ ബെഞ്ച് തുറന്ന കോടതിയിൽ പരിശോധിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികളെ ഭീഷണിപ്പെടുത്തിയാൽ വ്ളോഗർമാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നിയമവിരുദ്ധത ശ്രദ്ധയിൽപ്പെട്ടാൽ വ്ളോഗർമാർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. സർക്കാർ സ്വീകരിച്ച നടപടികൾ ഗതാഗത കമ്മീഷണർ നേരിട്ട് ഹാജരായി വിശദീകരിക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിലെ നിയമവിരുദ്ധ വീഡിയോകൾ നീക്കം ചെയ്യുന്നതിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. സഞ്ജു ടെക്കി ഉൾപ്പെടെയുള്ള 5 വ്ളോഗർമാർക്കെതിരെ നടപടിയെടുത്തുവെന്ന് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു. സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഈ മാസം 13-ന് വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടർ, കൊച്ചി.